ഹായ് എവരി വൺ, വെൽക്കം ടു റീഡ്സ് ട്രെൻഡ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി പുഡിംഗ് ആണ്. ഒരു ക്രീമി പുഡിംഗ്, നല്ല ടേസ്റ്റുള്ളൊരു പുഡിംഗ് ആണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിന് വേണ്ടി ഞാൻ ആദ്യം കുറച്ച് പാല് ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. തിളയ്ക്കണം കേട്ടോ, പാല് നന്നായി തിളച്ച് വരണം. അതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. നമുക്കത് മതിയെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കൂടുതലിടാം. ഇത് കോൺഫ്ലവർ പാലിൽ നന്നായി അലിയിച്ചിട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നല്ല പോലെ ഇളക്കണം. ഇത് നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. കോൺഫ്ലവർ അതിനാണ് നമ്മൾ ആഡ് ചെയ്തത്, നല്ലൊരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ഒരു ലെയറായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കുക. ഇതേപോലെ തിക്കായി വരുന്നുണ്ട്. നമുക്കിത് കുറച്ച് നേരം മതിയാവും, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇത് നമ്മൾ കുഞ്ഞൊരു പുഡിംഗ് ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് അധികം ആവശ്യമില്ല. അപ്പോൾ നല്ല പോലെ ഇളക്കി ഇത് നല്ലൊരു കട്ടിയുള്ള പേസ്റ്റാക്കി മാറ്റാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം കുറച്ച് പാനിലേക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് ബ്രൂ പൗഡർ, കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് പാൽ മതി കേട്ടോ. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് നല്ല പോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല കുറച്ച് മതിയാവും. ഒരു കപ്പൊന്നും വേണ്ട, ഒരു ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ദേ കണ്ടില്ലേ, ഈ ട്രേയിലേക്കാണ് നമ്മൾ പുഡിങ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് ഓയിൽ തൂവണം കേട്ടോ ആദ്യം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് റസ്ക്കും അതേപോലെ തന്നെ നമ്മുടെ കോഫിയാണ്. റസ്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് കോഫിയിൽ മുക്കിയിട്ട് നമുക്ക് ഈ ട്രേയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള കോഫി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ റസ്കൊക്കെ നല്ല പോലെ ഒന്ന് കുതിരണം, എന്നാലാണ് ആ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായി കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ആ കോൺഫ്ലവർ മിക്സ് നമുക്കിതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇത് കുറച്ച് കേക്ക് സ്പോഞ്ചാണ്. എൻ്റെ കയ്യിൽ മുൻപ് ഉണ്ടാക്കിയപ്പോൾ കേക്ക് പോപ്സ് ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്നതാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റ് തരും. അപ്പം നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ മാത്രം വയ്ക്കുക, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക. ലാസ്റ്റ് ലെയറിംഗ് ആയിട്ട് നമ്മൾ കൊക്കോ പൗഡറും വിപ്പിംഗ് ക്രീമും കൂടി വിപ്പ് ചെയ്തെടുത്ത ആ ഒരു ക്രീം ഇതിന് മുകളിലേക്ക് നല്ല ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ലാസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന ലെയർ എന്ന് പറയുന്നത്.
അപ്പോൾ അത് ഏകദേശം ലെവലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ മതിയാവും. നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതേ കണ്ടില്ല, നമ്മുടെ പുഡിങ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ലെയറിലെ കൊക്കോ പൗഡർ ഒഴിവാക്കിയിട്ട് വൈറ്റ് ക്രീം തേച്ചാലും രസമാണ്. ചിലർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റൊന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വൈറ്റ് ക്രീം വെച്ചിട്ടും ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി ഒരു ക്രീമി പുഡിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കൂടി അറിയണമല്ലോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി പുഡിംഗ് നമ്മൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അധികം സമയമൊന്നും വേണ്ടല്ലോ, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുഡിംഗ് ആണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.